ഓക്കെ, അപ്പോൾ എങ്ങനെ തുടങ്ങാം. വിവോ V14 Pro ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാണ് ഈ വീഡിയോ. പിന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനായിട്ടും മറക്കണ്ട. അപ്പോൾ എങ്ങനെ തുടങ്ങിയേക്കാം. ക്യാമറയാണ് ഇവൻ്റെ മെയിൻ. സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുകൂട്ട് തന്നെ ഇപ്പോൾ വന്ന് വിവോ ഒരു ക്യാമറ ഫോണായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ക്യാമറയ്ക്ക് നല്ല ഇമ്പോർട്ടൻസ് ഇത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി, ഹിൻ ഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ക്യാമറ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാ വട്ടവും ഇവന്മാർ ഡിസൈൻ മാറ്റുന്നുണ്ട്. പിന്നെ പുറകിൽ നമ്മുടെ ഓറ ലൈറ്റ്, ഇവിടെ എക്സ്ക്ലൂസീവ് സാധനമാണ് ഓറ ലൈറ്റ്, അതും കൊടുത്തിട്ടുണ്ട്. കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 128 റിഫ്രഷ് റേറ്റുള്ള AMOLED സ്ക്രീൻ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ സംഭവം AI ഉണ്ട്. എറേസ് ചെയ്ത് കളയത്തില്ല ഓരോ ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ. എറേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എൻഹാൻസ് ചെയ്യാനും ഈ ഒരു ഫോൺ കൊണ്ട് പറ്റുന്നതാണ്. സ്ലിം ആയ ഫോണാണ്. പക്ഷേ ഇതിനകത്ത് ഇരിക്കുന്നത് 5500 mAh ബാറ്ററിയാണ്. ചാർജ് ചെയ്യാനായിട്ട് 80 വാട്ടും. പെർഫോമൻസ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഡയമൻസിറ്റിയുടെ 9200+ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ BGMI പോലുള്ള കളികൾ കളിക്കുമ്പോൾ നമുക്ക് 60 FPS കിട്ടുന്നുണ്ട്. അതിപ്പം HDR-ലും കിട്ടുന്നുണ്ട്. ഗെയിമിങ്ങിൻ്റെ ആയിട്ട് നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവർ ഹീറ്റോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തണുപ്പിക്കാനുള്ള ടെക്നോളജി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും കളിച്ച് നോക്കിയതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തോന്നിയിട്ടൊന്നുമില്ല. ഒരു ആവറേജ് എന്ന് വെച്ചാൽ വാം ആവുന്നുണ്ട് അത്യാവശ്യം ഫോണ്, അതൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രോബ്ലം ആയിട്ട് എടുത്ത് പറയേണ്ടത്ര ഹീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഗെയിമിങ്ങിലോ ഒന്നും നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. താഴെ നിന്നാണ് ഒബ്വിയസ്ലി കൂടുതൽ സൗണ്ട് വരുന്നത്. എന്നാലും അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ് ഇതിനകത്തുള്ളത്. സ്നാപ്ചാറ്റ്, നെറ്റ്ഫ്ലിക്സ്, പിന്നെ മിന്ത്ര, ഫോൺ പേ അങ്ങനെയുള്ള കുറച്ച് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾ ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. നമുക്കിതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് പറ്റുന്നതുമാണ്. Android 14 ഫണ്ടഡ് ചോയ്സിലാണ് ഫോൺ വരുന്നത്. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും വിവോ പറയുന്നുണ്ട്. ഇനി മെയിൻ കാര്യത്തിലോട്ട് വരാം. ക്യാമറ. ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഇവിടെ കൊടുത്തേക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ആവുന്നത്. റിയർ സൈഡിലെ 3 ക്യാമറകളും 50 MP തന്നെയാണ്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, മെയിൻ ക്യാമറ, പിന്നെ ഒരു ടെലിഫോട്ടോ ലെൻസും OIS സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയും കൂടിയാണ് ഇത്. പിന്നെ ക്യാമറയിൽ സീസിന്റെ കൊളാബറേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള കുറേ ഫിൽട്ടേഴ്സും കാര്യങ്ങളും കുറേ പണികൾ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പം അത് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതാണ് കാണാനായിട്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നതും 50 MP തന്നെയാണ്. അവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് 4K 60 FPS വരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമ്മുടെ 4K 60 FPS ഷൂട്ട് ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഔട്ട്. സൗണ്ടിൻ്റെ ക്വാളിറ്റി ജസ്റ്റ് നോക്കി കേട്ടോ, അത്യാവശ്യം നോയ്സും ഉണ്ട് ഇവിടെ. പിന്നെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇത് 4K 60 FPS ബാക്ക് ക്യാമറയാണ്. സെയിം ലൊക്കേഷൻ, സെയിം ലൈറ്റ്. നോക്കാം എത്രമാത്രം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. ഓവറോൾ എങ്ങനെ നോക്കിയാലും ക്യാമറയ്ക്കാണ് ഈ ഒരു ഫോൺ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഈ ഒരു ഫോണ് ആർക്കാണ് സജസ്റ്റ് ചെയ്യുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറ നല്ലത് വേണം എന്നുള്ളവർക്കാണ് ഞാൻ ആദ്യം ഈ ഒരു ഫോൺ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ക്യാമറയാണ് ഇവൻ്റെ മെയിൻ. ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഫോണ് 80 വാട്ടിന്റെ ചാർജിങ് ഡോക്കും ചാർജിങ് കേബിൾ, ബുക്കും പേപ്പറും, സിം എജിറ്റർ പിന്നും. 40,000 രൂപയാണ് ഇതിന്റെ 8GB RAM 128GB ഇന്നർ സ്റ്റോറേജിന് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തന്നെ കൂടിയ വെർഷൻ ഉണ്ട്. 8GB RAM 256-ന് 43,000. പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ 12GB റാമും 512GB ഇന്നർ സ്റ്റോറേജ് വരുന്നതിന് 49,000 രൂപയും പ്രൈസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ V14 കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫോണിനെ പറ്റി തോന്നിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു കിടിലൻ ടെക്നോളജി വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.